ഹലോ. ഹലോ. എന്താ എന്താണ്? തിരക്കല്ല? തിരക്കൊന്നുമില്ല. വെറുതെ വിളിച്ചതാ. ശരി. എന്താ നോമ്പിന് നല്ല ചാകരി ആയിരിക്കൂലേ? എങ്ങനെ? നോമ്പിന് നല്ല ചാകരി ആയിരിക്കൂലേ? നോമ്പിനല്ലേ നല്ല ചാകരി ആയിരിക്കും. ചായ നല്ല ചാകരി ആയിരിക്കും. നോമ്പിന് എന്താ ചാകര? അതാ 27 പിരിവാ? പിരിവല്ല നമ്മളെ പിരിവല്ല നിങ്ങൾ പോക്കല്ലേ? നമ്മളല്ല പിരിവല്ല ആശ്രയിക്കുന്നത്. അതിന്റെ നിങ്ങൾ പോക്കല്ലേ? എന്താ നമ്മളതെല്ലാം ആശ്രയിക്കുന്നല്ലേ? എന്താണ് വിളിച്ച കാര്യം പറ. വിളിച്ചത് വെറുതെ വിളിച്ചതാണ്. പിന്നെന്താ വിളിച്ചിട്ട് എന്താ കാര്യം? വെറുതെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. വെറുതെ വിളിച്ചിട്ട് പിന്നെ എന്താണ്? ഇന്നലെ കാര്യമായിട്ടുണ്ടെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്തോളി. ഞാൻ പറയുന്നത് നിങ്ങളിപ്പോ നിങ്ങളെ ബിസിനസ് അല്ലേ ഉണ്ടായത്? എന്ത് ഇത് തന്നെ നിങ്ങളെ ബിസിനസ് അല്ലേ? ആയിക്കോട്ടെ. അതിനെന്താ കുഴപ്പം? പോയല്ലേ നിങ്ങളിപ്പോ എന്തെന്നാ സമൂഹത്തിലൊരു എന്തെങ്കിലും നേട്ടം മടങ്ങി നല്ല വിഷമമുണ്ടല്ലേ? നല്ല വിഷമമുണ്ടല്ലേ? ഈ വിഷമമുണ്ടല്ലേ നിങ്ങക്ക്? ഞാൻ നല്ല വ്യക്തി ആയതുകൊണ്ടാണ്. നല്ല വിഷമുള്ളത് കൊണ്ടാണ്. എങ്ങനെ? അല്ല, ഈ പറ്റാത്തമ്മൾ പോലെ വന്ന് പണിയെടുത്ത് ജീവിക്കുന്നുണ്ട്. ഇതുകൊണ്ട് എന്താ ഒരു വലിയ പ്രവൃത്തിയാണ്. എന്റെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒന്നും എന്തായാലും ഇതൊന്നും കിട്ടൂല. എന്താ എങ്ങനെ? ഞാൻ ജോലി എടുത്തുണ്ടാക്കുന്ന പൈസ ഒന്നും ഇതിന്ന് ഉണ്ടാക്കാൻ പറ്റൂല. നിങ്ങളിത് അത് കഴിഞ്ഞാണെങ്കിൽ അതല്ല അല്ലേ? പൈസക്ക് വേണ്ടിട്ടല്ലല്ലോ നമ്മളിത് ചെയ്യണത്. പിന്നെ എന്തെന്നാ മൗല്യന്മാരും നിങ്ങൾ 5 നേരം നിസ്കരിക്കുന്നത് പിന്നെ പൈസ ഇട്ടാനാ? നിങ്ങള് മൗല്യന്മാരൊക്കെ വയലുകാരന്റെ പൈസ ഇട്ടാനായിരിക്കും. നമ്മളങ്ങനെയല്ല. നമുക്ക് അങ്ങനെ ലക്ഷ്യം ഇല്ലാത്തോണ്ടല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്റെ ലക്ഷ്യമൊക്കെ നല്ലോണം ലക്ഷ്യം കാണുന്നുണ്ട്. നിങ്ങള് സമാധാനായിട്ട് നിങ്ങള് ബേജാറായിട്ട് കാര്യമൊന്നുമില്ല. എല്ലാ മഹലിലും ആളുകൾ ചോദിക്കാൻ തുടങ്ങി. ഉസ്താദ്മാർ ഉത്തരം പറയാൻ ബാധ്യതപ്പെടുന്നു. പ്രശ്നങ്ങളുണ്ട്. അല്ലേ ഇപ്പൊ നിങ്ങൾ എന്നെ വിളിക്കൂലല്ലോ. എന്റെ സംസാരത്തിന് ഒരു ഇമ്പാക്ട് ഇല്ല. നിങ്ങൾ ഇപ്പൊ എന്നെ വിളിക്കൂലല്ലോ. അത്രേ ഉള്ളൂ ഉദ്ദേശം. ആളുകൾ ചിന്തിക്കട്ടെ, ചോദ്യം ചോദിക്കട്ടെ, ചർച്ച നടക്കട്ടെ, ശരി തെറ്റുകൾ മനസ്സിലാക്കട്ടെ, ഒളിപ്പിച്ചു വെച്ച ഹദീസുകളും നിയമങ്ങളൊക്കെ പുറത്തു ചാടട്ടെ, അതിനെ കുറിച്ച് ചർച്ചകൾ നടക്കട്ടെ. ആളുകൾ അവെയർ ആവട്ടെ, ഇസ്ലാം ദീൻ കൂടുതൽ പഠിക്കട്ടെ. അത്രേ ഉള്ളൂ ഉദ്ദേശം. അത്രേ ഉദ്ദേശമുള്ളൂ. അങ്ങനെ മതം എന്ന് പറഞ്ഞ മൂല്യന്മാരെ കുത്തകൊന്നല്ലല്ലോ. എല്ലാരും പഠിക്കട്ടെ. അതല്ല ശരി തന്നെയാണ്. അത്രേ ഉള്ളൂ. അന്വേഷിക്കുകയും മനസ്സിലായിക്കോട്ടെ. അതെ, ചില ആൾക്കാർക്ക് ഞാൻ വിമർശിക്കുന്നത് കണ്ടിട്ട്, ഞാൻ വിമർശിച്ചത് കണ്ടിട്ട് ഇസ്ലാമാണ് പിന്നെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഇസ്ലാം ഞാൻ പറഞ്ഞൊക്കെ തെറ്റും ഇസ്ലാം ഭയങ്കര ശരിയാണെന്ന് തോന്നിയിട്ട് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചാലോ? അതും നല്ലതല്ലേ? അതെല്ലാം ശരി തന്നെയാണ്. പിന്നെന്താ? അപ്പൊ നിങ്ങളെല്ലാരും കൂടി എനിക്കെന്തെങ്കിലും ഹദിയ തരികയല്ലേ വേണ്ടേ? നമ്മളെ പാവപ്പെട്ടവർക്കല്ലോ എങ്ങനെ സത്യം പറയാൻ നിൽക്കാൻ പറ്റില്ല. നമ്മളെ പോലത്തെ പാവപ്പെട്ടവർക്കെല്ലാം ക്ഷീണം തന്നെ. എന്ത് ക്ഷീണം? കാരണം എന്താ, നമ്മള് സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് എന്താണ് കേൾക്കുന്നത്? എത്ര ശരിയായാലില്ല തെറ്റായാലില്ല എന്ത് കഴിഞ്ഞാലും ഒരു വിമ്മിഷ്ടം തോന്നും, ഒരു ചെരുക്ക് തോന്നും. ചെരുക്ക് തോന്നുക മനസ്സിനായിട്ട് ചിന്തിച്ചു നോക്ക്. ഒരു ചെരുക്ക് തോന്നിയില്ലേ? അതെന്താ നമുക്ക് ബാധിക്കില്ലേ? എന്ത് തോന്നുന്നു എനിക്ക് മനസ്സിലായില്ല. ഒരു ചെരുക്ക് ചെരുക്ക് എന്നോട് ദേഷ്യം തോന്നുന്ന ഒരു ചെരുക്ക് തന്നെ നമുക്കൊരു ഒരു തലക്ക് പിടിക്കില്ലേ? എന്തിനാലും അതിനൊരു എഫക്ട് ഉണ്ടാകില്ലല്ലോ. എന്തിനാലും ആർക്കായാലും സമുദായത്തിന്റെ തന്നെയാണല്ലോ ഈ വരുന്നത്, ഈ കളിയാക്കല് വരുന്നത്.
അന്നേരം ജനങ്ങൾക്ക് എന്തിനായാലും ശരിയാട്ടെ തെറ്റാട്ടെ എന്തായാലും വല്ലാത്തൊരു നിരാശ, ഒരു എന്തിനായാലും അതിന്റെ എഫക്ട് എന്തായാലും ഉണ്ടാവും. എത്ര ഏത് മത അത് തന്നെ ഇത് വലിയ സമുദായത്തിൽ നിന്നല്ല, ഈ സമൂഹത്തിന് എല്ലാരും എല്ലാം മനസ്സിലാക്കട്ടെ. ആ നഷ്ടം എന്തായാലും മനസ്സിലാക്കണം. എന്തിനു മനസ്സിലാക്കണം? എന്താ നഷ്ടം? ആർക്ക് നഷ്ടം? മൂല്യന്മാർക്ക് നഷ്ടം? മൂല്യന്മാർക്ക് നഷ്ടമല്ല, മൂല്യന്മാർക്ക് നഷ്ടം സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾക്ക് ഓലും പാവപ്പെട്ട മനുഷ്യന്മാർ തന്നെ. ഓലും ഇങ്ങനെ എന്തെങ്കിലും ആശ്രയിച്ചിട്ട് മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട് അങ്ങനെ പാവപ്പെട്ട മൂല്യന്മാര് മാത്രമൊന്നല്ല, കോടികൾ കച്ചവടം ചെയ്യുന്ന മൂല്യന്മാരുണ്ട്. നിങ്ങൾ എന്തായി പറയണത്? എന്ത് നിങ്ങൾ പറയണം? നിങ്ങൾ എവിടുന്ന് വിളിക്കണേ? ഇല്ലാന്നല്ല പറയുന്നത്, അതില്ലാന്നല്ല പറയുന്നത്. എന്നാണ് പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കാണ് ഇവർ ചെയ്യുന്നത്. നരകം പറഞ്ഞ് പേടിപ്പിച്ചിട്ടും പറ്റിക്കോ ഇല്ലയോ എന്നുള്ളത് എല്ലാ മേഖലയിലുണ്ടല്ലോ പറ്റിക്കലും. ഒരു മേഖലയില്ല മേഖലയിലും അതിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ചതിക്കലല്ല ഇല്ലാത്തൊരു മേഖലയിലുണ്ട്. ഇതല്ല, ഇതിപ്പോ പാവങ്ങൾ എന്തിനാണെങ്കില് ജഗത്തെ പിന്നെ എന്നാലും പാവങ്ങൾക്ക് വലിയ ആശ്രയം ഉണ്ടാവും. ഒരു ആർക്ക് ഒരുവിധം മുസ്ലിം സമൂഹം സന്തോഷിച്ച് ജീവിക്കുന്നതിന്റെ എന്ത് കഴിഞ്ഞാലും ഈ മതവിശ്വാസം തന്നെയാണ് കാരണം. അല്ലാന്ന് പറയാ ഈ മതവിശ്വാസം അവരുടെ മനസമാധാനക്കേടിന്റെ പ്രധാന കാരണം. അതാർക്ക് അങ്ങനെ ഒന്നുണ്ട്? അങ്ങനെ റിസർച്ച് നടത്തിക്കോ, അങ്ങനെ റിസർച്ച് നടത്തിക്കോ. അതിൽ നിന്ന് വിശ്വാസത്തിന് പുറത്ത് നടക്കാൻ കഴിഞ്ഞവരൊക്കെ കൂടുതൽ മനസമാധാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് പഠനം. എങ്ങനെയാ ഈ പേടി, അകാരണമായിട്ടുള്ള പേടിയും ബേജാറും ഒഴിവാക്കി സത്യമായിട്ട് മനസ്സിലാവും. അവനാണ് യാഥാർത്ഥ്യ ബോധം ഉണ്ടാവും. ഇല്ല, പേടി എന്ത് പേടി? പേടി എന്താന്നോ? വിശ്വാസിയുടെ പേടി എന്താന്ന് എന്നോട് ചോദിക്കണേ. എന്റെ കാണാൻ ഒരുപാട് പ്രായം കുറവാ, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങള് വിശ്വാസിക്ക് പേടിയില്ലാന്നാണ് നിങ്ങൾ പറയുന്നത്. വിശ്വാസി എന്ത് പേടിക്കുന്നു എന്നാണ് നിങ്ങൾ ചോദിക്കണേ? എന്താ ആയിക്കോട്ടെ, എന്തായാലും ശരി. ശരി.